നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യ ഷട്കമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. സർവാഭീഷ്ട സിദ്ധിയും സത്കീർത്തിയുമാണ് അതുമൂലം ഫലമായി ലഭിക്കുക. വിഷ്ണുവാണ് ദേവത. ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങൾ ലഭിക്കും. അതായത് മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ ബഹുമാനാദികളും അനുഗ്രഹങ്ങളും ലഭിക്കും എന്നർത്ഥം. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ വരുന്ന വിഷു വർഷത്തിലെ നക്ഷത്ര ഫലത്തെ നോക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കുലശ്രേഷ്ഠരും സത്യം പറയുന്നവരും സൗന്ദര്യമുള്ളവരും ധനമുള്ളവരുമായിരിക്കും. സ്ത്രീകൾക്ക് വിദ്യ, വിവേകം, വേദപുരാണങ്ങളിലുള്ള അറിവ്, താല്പര്യം എന്നിവയൊക്കെ ഉണ്ടാകാം. സൗഭാഗ്യത്തോടു കൂടിയവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ. ഇപ്പോൾ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് വീഴ്ച, ഒഴിവ് എന്നിവയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കാലത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ക്ലേശങ്ങളും ബന്ധുനാശവും സ്വജനാരിഷ്ടതയും വിദ്യാദി കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവുമൊക്കെ ഉണ്ടായേക്കാം. 30 മുതൽ 46 വയസ്സ് വരെയുള്ളവർക്ക് കാര്യവിജയവും ധനസൗഭാഗ്യവും വിവാഹാദി സത്കർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ജനിച്ച നാട്ടിൽ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ധനലാഭവും കുടുംബസുഖവും ഒക്കെ ലഭിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ലും 3-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 11-ലും രാഹു 10-ലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പല നിലയ്ക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കാനാകുന്നതാണ്. കഴിവിനനുസരിച്ച് ജോലിയും കൈവരുന്നതാണ്. വിദേശത്ത് അവസരങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ജോലിയിൽ ഉയർച്ച സിദ്ധിക്കുന്നതാണ്. വേതന വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ്. സംഘടനകളിൽ നേതൃപദവിക്കായി മത്സരിക്കാനുള്ള അവസരങ്ങൾ വരും. ദൂരദിക്കുകളിലൊക്കെ ജോലി ചെയ്തിരുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മാറ്റങ്ങൾ കിട്ടാം. അവിവാഹിതരുടെ പ്രണയം, വിവാഹം എന്നിവ സഫലമാകുന്നതാണ്. സന്താന പ്രാപ്തിയില്ലാതെ വിശ്രമിച്ചിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് സങ്കടം തീരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വസ്തു വാങ്ങാനോ വീട് നിർമ്മിക്കാനോ ഒക്കെ സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ കടബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. മാത്രമല്ല സാമ്പത്തികമായി പൊതുവെ ഭദ്രത കൈവരുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് ഇത് ശരാശരി കാലമാണ്. ജീവിതശൈലി രോഗങ്ങൾ ഇടയ്ക്കിടെ ഉപദ്രവിച്ചേക്കാം. സുഹൃത്തുക്കളോട് കരുതലോടെ പെരുമാറേണ്ടതുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർ അല്പം ഒരു ശ്രദ്ധ കൊടുത്താൽ നല്ലൊരു വർഷമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.